പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യ ഇറാനിലെ വിവിധ കേന്ദ്രങ്ങളിൽ രഹസ്യമായി സൈനികാക്രമണങ്ങൾ നടത്തിയതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. 2 പാശ്ചാത്യ ഉദ്യോഗസ്ഥരെയും 2 ഇറാനിയൻ ഉദ്യോഗസ്ഥരെയും ഉദ്ധരിച്ചുകൊണ്ടാണ് റോയിട്ടേഴ്സ് ഈ സുപ്രധാന വിവരം റിപ്പോർട്ട് ചെയ്തത്. റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം മാർച്ച് അവസാന വാരത്തിൽ സൗദി വ്യോമസേന നടത്തിയ ഈ നീക്കം ഇറാന്റെ മണ്ണിൽ സൗദി നേരിട്ട് നടത്തുന്ന ചരിത്രത്തിലെ ആദ്യത്തെ സൈനിക ഇടപെടലായാണ് വിലയിരുത്തപ്പെടുന്നത്. ഗൾഫ് രാജ്യങ്ങളിലെ എണ്ണ ഉൽപാദന കേന്ദ്രങ്ങൾക്കും വിമാനത്താവളങ്ങൾക്കും നേരെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണങ്ങൾക്കുള്ള കനത്ത തിരിച്ചടിയായാണ് ഈ നീക്കങ്ങളെ നിരീക്ഷകർ കാണുന്നത്. എന്നാൽ ഈ ആക്രമണങ്ങളെക്കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാൻ സൗദി അറേബ്യയോ ഇറാനോ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ സൗദി വിദേശകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് പ്രതികരണം തേടിയപ്പോൾ ആക്രമണം നടന്ന കാര്യം അദ്ദേഹം നേരിട്ട് സ്ഥിരീകരിച്ചില്ലെന്നാണ് പറയുന്നത്. എങ്കിലും മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാനും സ്ഥിരത നിലനിർത്താനുമുള്ള സൗദിയുടെ താൽപര്യം അദ്ദേഹം ആവർത്തിച്ചു വ്യക്തമാക്കിയതായും പറയുന്നു. ഇറാൻ വിദേശകാര്യ മന്ത്രാലയവും ഔദ്യോഗികമായി മിണ്ടിയിട്ടില്ലെങ്കിലും ഇരു രാജ്യങ്ങളും തമ്മിൽ നടന്ന തീവ്രമായ നയതന്ത്ര ചർച്ചകൾക്ക് ശേഷം സംഘർഷം ലഘൂകരിക്കാനുള്ള ഒരു ധാരണയിലെത്തിയതായി പാശ്ചാത്യ ഇറാനിയൻ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നയതന്ത്ര നീക്കങ്ങളുടെ ഫലം കളത്തിൽ പ്രകടമാണെന്നാണ് റോയിട്ടേഴ്സ് ശേഖരിച്ച കണക്കുകൾ പറയുന്നത്. മാർച്ച് അവസാന വാരത്തിൽ സൗദി അറേബ്യയ്ക്ക് നേരെ 100-ലധികം ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായ സ്ഥാനത്ത് ഏപ്രിൽ ആദ്യ വാരത്തോടെ അത് 25ആയി കുറഞ്ഞു. ഈ വലിയ കുറവ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള രഹസ്യധാരണയുടെ ഫലമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മേഖലയിൽ ഒരു വലിയ യുദ്ധം ഒഴിവാക്കാൻ ലക്ഷ്യമിട്ടുള്ള നയതന്ത്ര ചർച്ചകളാണ് ഇപ്പോൾ മുൻപന്തിയിൽ നടക്കുന്നത്.